ഹായ് ഫ്രണ്ട്സ്, ഒരു കുഴൽക്കിണർ കുഴിച്ചിട്ട് അതിലേക്ക് മോട്ടർ ഇറക്കാൻ എന്ത് ചെലവ് വരുമെന്നുള്ള ഒരുപാട് ആൾക്കാരുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മളിന്നിവിടെ ഒരു 7 ഇഞ്ച് 375 അടി ആഴമുള്ള ഒരു കുഴൽക്കിണറിലേക്ക് എല്ലാം ക്വാളിറ്റിയുള്ള സാധനങ്ങളായ പൈപ്പായാലും കേബിളായാലും മോട്ടറായാലും എല്ലാം നമ്മൾ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫിറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് രൂപ ചിലവായി എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ടെക്സ്മോൻ്റെ പമ്പാണ്. അക്വാ ടെക്സ്മോയുടെ 1.5 HP ബോർവെല്ലാണ് നമ്മൾ ഈ ഒരു കിണറിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല വില ഈ ഒരു മോട്ടറിനും പമ്പിനും കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു അക്വാ ടെക്സ്മോ പമ്പ്. നല്ല ക്വാളിറ്റിയാണ് ഇവിടെ മെയിൻ. അപ്പോൾ ഞാൻ ഫിറ്റിങ്സ് ഏറ്റെടുക്കുന്നത് മുഴുവനും ഞങ്ങൾ ടെക്സ്മോയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ക്വാളിറ്റി ബെസ്റ്റ്. ഈ ടെക്സ്മോ പമ്പിൻ്റെ ഒരു ഫിനിഷിങ്ങും ക്വാളിറ്റിയും കണ്ടില്ലേ? ഇത്രയും ഫിനിഷിങ്ങും ക്വാളിറ്റിയും ഉള്ള പമ്പ് ഞാൻ മറ്റ് കമ്പനികളുടെ പമ്പിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു വാട്ടർ കൂളിംഗ് പമ്പായതുകൊണ്ട് തന്നെ നമ്മുടെ രാജേട്ടൻ അത് അതിൻ്റെ നെട്ട് കഴിച്ച് വെള്ളമൊഴിച്ച് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കയറ്. ഗാർവാർ എന്ന് പറയുന്ന കമ്പനിയുടെ കയറാണ്. ഷിപ്പിലെല്ലാം ഉപയോഗിക്കുന്ന കയറാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന 4mm കേബിൾ. നല്ല ക്വാളിറ്റിയുള്ള ബെസ്റ്റ് കമ്പനിയുടെ കേബിൾ തന്നെയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ രാജേട്ടൻ നമ്മുടെ മോട്ടറും പമ്പും തമ്മിൽ കപ്പിൾ ചെയ്ത് സെറ്റാക്കല പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാർക്കൊന്നുമില്ല, നേരിട്ട് ചെയ്യാം. വെള്ളത്തിറക്കിക്കുന്ന മോട്ടർ ഏതാ പാടുന്നത്? അങ്ങനെ നമ്മുടെ മോട്ടറും പമ്പും കൂടി ജോയിൻ ചെയ്ത് വന്നപ്പോൾ ഇതാ ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ അത് നല്ല വെയിറ്റ് ആയിരിക്കും. 2-3 നാൾ താങ്ങിയിട്ട് വേണം നമുക്ക് കിണറിലേക്ക് ഇറക്കാൻ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പൈപ്പാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇന്ന് നമുക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ക്വാളിറ്റി കൂടിയ പൈപ്പാണ്. അപ്പോൾ ഈ പൈപ്പ് നമ്മൾ നൂർത്തുന്നതിന് വേണ്ടി നമ്മൾ റോളായിട്ടാണ് നമുക്ക് ഈ ഒരു പൈപ്പ് കിട്ടുക. അപ്പോൾ ഈ പൈപ്പ് നൂർത്തുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഈ വായ്ഭാഗം 2 സ്ഥലത്തുള്ള വായ്ഭാഗം നമ്മൾ ഇൻസേഷൻ വെച്ച് അടയ്ക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നൂർത്തി പോകുമ്പോഴേ ഇതിൻ്റെ ഉള്ളിലേക്ക് കല്ലും മണലും കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കല്ലും മണലും ഇതിൻ്റെ പമ്പിലേക്ക് ഉള്ളിലേക്ക് കയറിപ്പോയാൽ പിന്നെ മോട്ടർ സ്റ്റക്കായി പിന്നെ നമുക്കത് കയറ്റേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പൈപ്പ് ഇതേപോലെ ഇൻസേഷൻ ഇട്ട് നമുക്കിത് നൂർത്തി നോക്കാം. നൂർത്തിയിട്ട് നമുക്കിതിൻ്റെ ലെങ്ത്തൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ പൈപ്പ് ഇവിടെ നൂർത്തിയിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം നീളത്തിലാണ് ഈ ഒരു പൈപ്പ് കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഈ ഒരു പൈപ്പിൻ്റെയും കേബിളിൻ്റെയും മോട്ടറിൻ്റെയും മൊത്തത്തിലുള്ള വില ഞാനിപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നിങ്ങൾ ഈ ഒരു പൈപ്പ് നൂർത്തിൻ്റെ ലെങ്ത്ത് ഒന്ന് കാണി. അപ്പോൾ നമ്മുടെ പൈപ്പ് ഇതാ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഈ പൈപ്പെല്ലാം നമുക്ക് കിണറിലേക്ക് ഇറക്കാനുള്ളതാണ്. 375 അടി ആഴത്തിലേക്ക് പോകാനുള്ള പൈപ്പാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇനി നമുക്കുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ ഒരു പൈപ്പ് നമ്മുടെ ഓസ് കോളറായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ പല നാട്ടിലും പല ഇലക്ട്രീഷ്യന്മാരും ചെയ്യണത് എന്തെന്ന് വെച്ചാൽ ഓയിൽ ചൂടാക്കിയിട്ടും അതുപോലെ തന്നെ ചുടുവെള്ളം തിളച്ച വെള്ളത്തിലൊക്കെ മുക്കിയിട്ടാണ് ഈ ഒരു പൈപ്പ് കണക്ട് ചെയ്യുന്നത്. ശരിക്കും അതൊരു പൊട്ടത്തരമാണ്. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഓലക്കൊടി ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ പേപ്പർ കത്തിച്ചിട്ടോ ഒരു ഇളം ചൂടിൽ വേണം നമ്മളിത് കണക്ട് ചെയ്യാൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും ആ ഒരു പൈപ്പ് ഊരിപ്പോരില്ല. ചൂടുവെള്ളത്തിലും ഓയിലൊക്കെ മുക്കി ഫിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, അത് ഊരിപ്പോരാനുള്ള ചാൻസ് ഒരു 99% കൂടുതലാണ്. നമുക്ക് അനുഭവം ഉണ്ട്. അപ്പോൾ അത് നമ്മളുണ്ടല്ലോ ചൂടാക്കിയിട്ട് ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജേട്ടൻ അവിടെ ഒരു കോപ്പറിട്ട് കെട്ടുന്നത് കണ്ടില്ലേ? അതെന്തിനാണെന്ന് വെച്ചാൽ ഭാവിയിൽ നമ്മുടെ ആ ഒരു ഓസ് കോളർ കണ്ടില്ലേ രാജേട്ടമ്മ കൈ വെച്ച ആ ഓസ് കോളർ പൊട്ടിപ്പോയാൽ നമുക്ക് മോട്ടർ പൊക്കാൻ എന്ത് ചെയ്യും, കഴിയില്ല, കയറിങ്ങോട്ട് പോരും. അപ്പോൾ ആ ഒരു കയറിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഓസ് കോളറിന് ചുറ്റും ഇതേപോലെ കോപ്പർ കെട്ടുന്നത്. അപ്പോൾ നമ്മുടെ കോപ്പറൊക്കെ കെട്ടി കയറൊക്കെ കെട്ടി അവർ 3 പേര് ചേർന്നിട്ടാണ് ആ ഒരു മോട്ടർ പിടിച്ചിട്ട് ആ ഒരു കിണറിലേക്ക് ഇറക്കാൻ പോണത്. കണ്ടില്ല, അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനമാണ്. അപ്പം എന്തായാലും നമുക്കിത് ഇറക്കി വെള്ളം അടിക്കണതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ 1.5 HP പമ്പിൻ്റെ കൺട്രോൾ പാനൽ ബോർഡ്. ഇത് നമ്മുടെ ടെക്സ്മോയുടെ കമ്പനിയുടെ പാനൽ ബോർഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, വോൾട്ടേജ് നോക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് കട്ട് ഓഫ് ആണ്. അതുപോലെ കറണ്ട് പോയാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പിന്നെ നമ്മളിത് കൈകൊണ്ട് നമ്മൾ ഓൺ ആക്കിയാലേ ഓൺ ആവുള്ളൂ. അപ്പോൾ അതുമൊക്കെ മോട്ടറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാണുന്ന സാധനങ്ങളൊക്കെ. 2 കപ്പാസിറ്റർ ഉണ്ട്, ഒന്ന് സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും, അതുപോലെ തന്നെ ഒരു റിലേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില ഞാനിതപ്പോൾ പറഞ്ഞു കേട്ടോ. ആദ്യം നമുക്ക് മോട്ടർ ഇട്ട് നോക്കാം. എന്നിട്ട് വെള്ളം ചാടിയിട്ട് ഞാൻ ഇതിൻ്റെ വില പറഞ്ഞുതരാം. അപ്പോൾ അതാ നമ്മളിവിടെ മോട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ 10 ആമ്പിയറിൽ 375 അടിയിൽ നിന്ന് മോട്ടർ എടുക്കുകയാണ്. അപ്പോൾ 10 ആമ്പിയറിലാണ് വർക്ക് ചെയ്യണത് മോട്ടറിൻ്റെ വോൾട്ടേജാണ് ഞാൻ അപ്പോൾ ജസ്റ്റ് കാണിച്ചത്. കണ്ടില്ലേ, 190 വോൾട്ടേജ്. 210 ഉണ്ടായിരുന്നു മോട്ടർ ഇട്ടപ്പോൾ 190 വോൾട്ടേജിലേക്ക് താന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബില്ലിലേക്ക് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ഒരു 375 അടിയിലേക്ക് എടുത്ത സാധനത്തിൻ്റെ ബില്ല്. കണ്ടില്ല, ടോട്ടൽ 51,102 രൂപയായിട്ടുണ്ട്. അതിൽ
മോട്ടറിന് നമുക്ക് വന്നിട്ടുള്ളത് ടെക്സ്മോൻ്റെ മോട്ടറിന് നമുക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ 21,400 മോട്ടറിനും പമ്പിനും കൂടി വന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൺട്രോൾ പാനൽ ബോർഡിന് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 2,650 രൂപ. അതുപോലെ നമ്മുടെ 4mm കേബിളിന് വന്ന പൈസ എന്ന് പറഞ്ഞാൽ 14,880 രൂപ. അതുപോലെ തന്നെ റോപ്പ് ഗാർവാറിൻ്റെ ഷിപ്പിൽ ഉപയോഗിക്കുന്ന റോപ്പാണ്, അത് 14mm വന്നിട്ടുള്ളത് 7,700 രൂപ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഓസ് കോളർ 36mm സ്റ്റീലിന് വന്നിട്ടുള്ളത് 220 രൂപ. ബാക്കിയുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വിലേൻ്റെ സാധനങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വില ഉള്ളത് നമ്മുടെ മോട്ടറും പൈപ്പും കേബിളും കയറുമാണ്. അപ്പോൾ അതിൻ്റെ വിലയൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വിലയൊക്കെ നിങ്ങളിത് താരതമ്യപ്പെടുത്തി നോക്കുക. ഇത് ഏറ്റവും ക്വാളിറ്റി കൂടിയ സാധനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും വില വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ സാധനമാണെങ്കിൽ 30,000 റുപ്യ 20,000 റുപ്യക്കൊക്കെ നമുക്ക് ഒതുക്കാൻ പറ്റും. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ കൂടുതലാവും. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾക്ക് ഉപയോഗിച്ചത് ഇപ്പോൾ 51,102 രൂപയുണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും രൂപ നമുക്ക് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.